അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര കോളേജ് ബാച്ചാണിത്. ഞങ്ങളുടെ ബികോം ബാച്ച്. ഏകദേശം ഒരു 96 മുതൽ ഞങ്ങള് ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നും തുടരുന്ന ഒരു ബാച്ച്. ഇന്ന് ഞങ്ങൾ പോകുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതെന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഞങ്ങളുടെ ഈ ബാച്ച് ഇന്ന് ഉള്ളത് ആലത്തൂർ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ SHO ആണ് നമ്മളുടെ TN ഉണ്ണികൃഷ്ണൻ, ഞങ്ങളുടെ സഹപാഠി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ 5ാമത്തേതും കേരളത്തിലെ 1ാമത്തെയും ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഉണ്ണികൃഷ്ണനെ നമ്മളിന്ന് ആദരിക്കാനായിട്ടാണ് ഞങ്ങളിവിടെ സഹപാഠികൾ ഒന്നിച്ചു കൂടിയത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ നേരെ അകത്തേക്ക് ഉണ്ണികൃഷ്ണനെ കാണാനായിട്ട് പോവുകയാണ്. ഇന്ന് 2025 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനത്തിലാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അപ്പോൾ ഇവിടുത്തെ പരേഡ് കഴിഞ്ഞതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നു. ഞങ്ങളോട് അതുവരെ അകത്ത് വെയിറ്റ് ചെയ്യാൻ പുള്ളിയെ ഏൽപ്പിച്ചത് കാരണം ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെയാണോ എന്ന്. അത്രയ്ക്കും കിടുവായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ഓരോ അറേഞ്ച്മെൻറ്റ്സും. ട്രോഫികൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ പുതിയൊരു ഷെൽഫ് വെച്ച് അതിലേക്ക് ട്രോഫികളെല്ലാം മാറ്റണമെന്നാണ് അവിടുത്തെ ഓഫീസർമാർ നമ്മളോട് പറഞ്ഞത്. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് കാഴ്ചകൾ കണ്ടപ്പോഴത്തേക്കും ഉണ്ണികൃഷ്ണൻ വന്നു. പറഞ്ഞ സമയത്തിന് തന്നെ പുള്ളി എത്തി നമ്മളെല്ലാവരെയും കണ്ടു. കുട്ടികൾക്കായിരുന്നു ഭയങ്കര ത്രില്ല്. പുള്ളിയുടെ അടുത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം പറഞ്ഞതുകൊണ്ട് തന്നെ പുള്ളി അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. നമസ്കാരം. 2024 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിയ ഏറ്റവും നല്ല ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യ എന്ന കോമ്പറ്റീഷനിൽ കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് ടോപ്പ് 5th പൊസിഷൻ കരസ്ഥമാക്കിയത്. പ്രധാനമായും വന്ന ക്രൈറ്റീരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കഴിഞ്ഞ 2024 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ എണ്ണവും അത് ഡിസ്പോസ് ചെയ്തതും അതിനോടൊപ്പം തന്നെ പ്രിവെന്റീവായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിലേക്കായി നടത്തിയ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതും പിന്നെ സ്റ്റേഷനിലെ മറ്റ് സൗകര്യങ്ങൾ എങ്ങനെ വിനിയോഗപ്പെടുത്തിയെന്നും അതിനെല്ലാം ഉപരി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളുമാണ്. അതിൽ ഏറ്റവും അധികം ഞങ്ങളെ സഹായിച്ചത് ആലത്തൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ജനങ്ങളുടെ അഭിപ്രായമാണ്. ഈ ഒരു അവാർഡ് കിട്ടിയതിൽ കൂടുതൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ, അർപ്പണ മനോഭാവത്തോടെ, ഉത്തരവാദിത്തത്തോടെ വീണ്ടും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു ഉത്തേജനമായി ഞങ്ങൾ കണക്കാക്കുന്നു. താങ്ക് യു. വന്ന എല്ലാ സുഹൃത്തുക്കളെയും നേരിൽ കണ്ട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ഒരു സുഹൃത്ത് എന്ന നിലയിൽ പോലെ തന്നെ പെരുമാറുകയും ചെയ്ത് ഞങ്ങളെ ആ പോലീസ് സ്റ്റേഷനിലെ ഓരോ കോണുകളും പരിചയപ്പെടുത്തി, ഓരോ ഓഫീസർമാരെയും പരിചയപ്പെടുത്തി ഞങ്ങളെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഫസ്റ്റിലുള്ളതാണ് PR എന്ന് പറയുന്നത്. അവിടെ പബ്ലിക് റിലേഷൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ ചെയ്യും. അതിനുശേഷം ഇതിവിടെ വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഇവിടെ CCTV കവറേജ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും വിവാഹത്തിന്റെ ഒരു സമാനം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു 25ാം വാർഷികം ഞങ്ങൾ നടത്തി. അല്ലേ ഞാൻ കാണിച്ചില്ല, അതിനുള്ള നായകനാണ്. അതെ, ഇതെന്റെ പ്രൊഫഷൻസ്. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ താരകൂടിയായ ഈ സ്റ്റേഷന്റെ ചാർജുള്ള ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണി സാർ, അതുപോലെ തന്നെ സ്റ്റേഷൻ ചാർജുള്ള അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക്, അതായത് ഏകദേശം 29-30 വർഷക്കാലത്തെ ശേഷമാണ് പലരും കണ്ടുമുട്ടുന്നത്. ചിലരിടയ്ക്ക് കണ്ടുമുട്ടാറുണ്ട്. എങ്കിലും ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷിച്ച ഒരു സ്റ്റേഷനാണ് ആലത്തൂർ സ്റ്റേഷൻ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, കേരള
കേരളത്തിലെ 1ാം സ്ഥാനവും ദേശീയ തലത്തിലെ 5ാം സ്ഥാനവും കിട്ടിയിട്ടുള്ള ആലത്തൂർ സ്റ്റേഷൻ. നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് ഈ സ്റ്റേഷനിൽ എല്ലാവർക്കും കൂടി ഒരു സെല്യൂട്ട് കൊടുക്കും. നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും കിട്ടാൻ സൗഭാഗ്യമല്ലത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങള് ഞങ്ങളുടെ ബഹുമാനായ ഉണ്ണീഷ് സാറിന്റെ സഹപാഠികളാണെന്ന് മനസ്സിലാക്കും. ഞാൻ തൃശ്ശൂർക്കാരനാണ്, നിങ്ങളും തൃശ്ശൂരായിരിക്കും. 2024 ഏറ്റവും നല്ല 5ാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തത്. അതിന് അത് കിട്ടാൻ വേണ്ടി മെയിനായിട്ട് ചുക്കാൻ പിടിച്ചത് ഉണ്ണീഷ് സാറാണ്. ഞങ്ങൾ ആളുടെ നിർദ്ദേശപ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്തു. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ എൻ്റെ സഹോദരരെല്ലാവരും ഒരു വലിയൊരു പ്രയത്നം കൊണ്ടാണ് ഈ 5ാം സ്ഥാനം കിട്ടിയത്. ശരിക്കും പറഞ്ഞത് ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടേണ്ടതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു 4 സ്റ്റേഷന്റെ ഫോട്ടോസ് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലും വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റിയത്. അതെന്തോ അതിനെക്കുറിച്ച് ഒന്നും പറയില്ല. അപ്പൊ ഞങ്ങളെ കാണാനും ആദരിക്കാനും ആയിട്ട് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വേറൊന്നുമില്ല. വേദിയിലിരിക്കുന്ന SHO ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഉണ്ണികൃഷ്ണൻ സാറെ, സഹപാഠികളെ, സഹപ്രവർത്തകരെ, ഞാൻ ഇവിടെ ഒരു പ്രൊബേഷൻ അസൈൻ ഇപ്പോൾ 1 മാസമായിട്ട് വന്നിട്ട് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 5ാം സ്ഥാനത്തുള്ള ഈ പോലീസ് സ്റ്റേഷനിൽ പ്രൊബേഷൻ SA ആയി വരാനും അതുപോലെ തന്നെ ഒരു മികച്ച ഒരു പോലീസ് ഓഫീസറുടെ കീഴിൽ പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു. എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. ഒരു ഏകദേശം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഏകദേശം ഒരു 50-60ഓളം, 60 ഒരു 100ഓളം അവാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്പെഷ്യൽ അവാർഡാണ് ഇത്, പ്രത്യേകിച്ച് CS ആർക്ക് കിട്ടിയത്. കാരണം സഹപാഠികൾ കൂടെ പഠിച്ച കൂട്ടുകാരിൽ നിന്ന് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക മധുരമായിരിക്കും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ 5ാം സ്ഥാനം എന്ന് പറയുന്നത് നൈറ്റ്സ് സൂചിപ്പിച്ച പോലെ ഏകദേശം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനം തന്നെയായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അത് എന്തുകൊണ്ടോ എന്നറിയില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 5ാം സ്ഥാനം കിട്ടി ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നത് തന്നെയാണ് പറയാനുള്ളത്. അതിന് ഈ 5ാം സ്ഥാനത്തേക്ക് ഉയർത്താൻ എഫേർട്ട് എടുത്ത് പറയുന്നത് ഞങ്ങൾ കൂടെ നിന്ന് സഹകരിക്കുക, സാർ പറയുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് ചെയ്തത്. പ്രിയപ്പെട്ട എൻ്റെ എത്രയും സ്നേഹമുള്ള കൂട്ടുകാർ, അവരുടെ ഫാമിലി, എൻ്റെ പ്രിയപ്പെട്ട ഓഫീസേഴ്സ്, ഞാൻ ഈ നിമിഷത്തിൽ ആലോചിക്കുന്നത് ആദ്യമായി അധീനയിലേക്ക് വന്ന ആ ഒരു നിമിഷമാണ്. അവിടെ നിന്ന് ഉള്ള ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കേഷനാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു നിമിഷത്തിൽ എന്നെ ഇവിടെ നിർത്താൻ, നിങ്ങളോട് വന്ന് സംസാരിക്കാനും നിങ്ങളുടെ ഒരു കൂട്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. ആദ്യമായി ആ ഒരു സ്ഥാപനത്തോടും അതിൽ വന്ന് നമുക്ക് 94 നമ്മൾ ഒത്തുചേർന്ന് 96 കഴിയുന്നത് വരെ ആ 3 വർഷക്കാലം ചെലവഴിക്കാൻ കഴിഞ്ഞ, ഇന്നും ഒരു കുടുംബത്തിലെ സഹോദരിമാരെ പോലെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ പോലെ ഒരുമിച്ച് കഴിയാൻ സാധിച്ചതിൽ ഈശ്വരനോട് ആദ്യമേ നന്ദി പറയുന്നു. അനുമോദനവും ചടങ്ങുകളും ഒക്കെ തന്നെ പങ്കെടുത്തു. ഞാൻ അതിൽ നിന്നെല്ലാം ഏറെ സന്തോഷത്തോടെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു വരവും ഇന്നത്തെ ഈ ഒരു സ്നേഹവും എല്ലാം കാണുമ്പോൾ ഇതിന് തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾ എഫർട്ട് ഇട്ട് ഇന്ന് നിങ്ങളുടെ ഇത്രയും വിലപിടിച്ച ആ നിമിഷങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കഴിയേണ്ട ഇന്നത്തെ ഒരു ദിവസം കൂടിയാണ്. അതെല്ലാം വിട്ട് ഇവിടെ വന്നതിന്, അതുപോലെ ഈ ഒരു ചടങ്ങിന് ഞാൻ അത്രയേറെ എൻ്റെ അഭിമാനത്തോടെ, എൻ്റെ പ്രൗഢോടെ ഈ നിമിഷങ്ങളെ കാണുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗവുമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2024 ഇന്ത്യയിലെ
ഏറ്റവും ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന അവാർഡിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത്. ഇതിൽ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് പറയുകയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞ ഒക്ടോബറിലാണ് എൻ്റെ SP ഇതിൻ്റെ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP എനിക്ക് അയച്ചത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ അത് ഒരു പേടിയാണ് തോന്നിയത്. കാരണം ഒരിക്കലും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കത് മനസ്സിലായത്. കാരണം അത്രമാത്രം ടഫായിട്ടുള്ള, അത്രമാത്രം എഫർട്ട് ഇടേണ്ട ഒരു സ്പോർട്സ് ഫാൻ പീരീഡിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിൽ പ്രധാനമായും നമ്മുടെ സ്റ്റേഷനിൽ റിപ്പോർട്ടാവുന്ന കേസുകൾ കഴിഞ്ഞ 2020 ഒരു വർഷത്തിലെയാണ് 2024 വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു വർഷത്തിൽ റിപ്പോർട്ടായിട്ടുള്ള കേസുകളുടെ ഡിസ്പോസൽ, അത് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കേസ് കോടതിയിലേക്ക് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലവിലുണ്ടായിരുന്ന പെൻഡിങ് ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെ പെട്ടെന്ന് ഡിസ്പോസിലേക്ക് കൊടുക്കാനും അന്നത്തോടെ എനിക്ക് ഏകദേശം 1200ഓളം കേസുകൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വർഷത്തിൽ. അതുവരെയുള്ള സുഹൃത്ത് അതിനെ എനിക്ക് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മൊത്തം 62 പേര്. ഇതിൽ 52 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, 8 ഹോംഗാർഡ്സ് ഉണ്ട്, 2 റിസീവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ആ ഒരു യൂണിറ്റി അതുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഭാഗ്യത്തിന്, എൻ്റെ മഹാഭാഗ്യത്തിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എൻ്റെ മനസ്സ് എന്താണോ അല്ലെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് അതിനെ എന്നോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് അതെങ്ങനെ ബെസ്റ്റായിട്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് ഇത് എൻ്റെ ഒരു എഫർട്ടല്ല. ഇതിനകത്ത് എനിക്ക് ഈ ഒരു അവാർഡ് പിന്നെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് കാരണം അത് അങ്ങനെയാണ്, അത് ഞാൻ ഓരോന്നും പറയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. പക്ഷെ അവര് അതിന്റെ എങ്ങനെ അതിനെ ഞാൻ ഉദ്ദേശിച്ച ആ രീതിയേക്കാൾ ഭംഗിയായി ചെയ്യാമെന്ന് അവർ ആലോചിച്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു അവാർഡ് വിന്നിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പൊ അത് ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2024 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ കംപ്ലീഷൻ അത് ചെയ്ത് കോടതിയിലേക്ക് അയക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം 100 താഴെ കേസുകൾ മാത്രമേ ഞങ്ങൾക്ക് ആ സമയത്ത് പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു കാര്യം. അതുപോലെ തന്നെ ഒരു സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളോടൊപ്പം കേസുകൾ റിപ്പോർട്ട് ആകാതിരിക്കാൻ ചെയ്യേണ്ട കുറെ നടപടികൾ, അതായത് ഹാബിച്വലായിട്ട് നമ്മുടെ ഓരോ ലിമിറ്റിലും കുറെ ആളുകൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ആ ക്രിമിനൽ സ്വഭാവം ഉള്ള ആളുകളെ എങ്ങനെ കേസുകളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാം, അപ്പൊ അവർക്കെതിരെ എക്സസ് ഓപ്പൺ ചെയ്യാന്ന് പറയും. അതുപോലെ സെക്യൂരിറ്റി പ്രൊസീഡിങ്സും അതുപോലെ കാപ്പ പോലെ നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ ഇനി ഒരു ക്രൈമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വിചാരണ കൂടാതെ ജയിലിൽ പോകും എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് 6 കാപ്പ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അവരെ ജയിലിലേക്ക് അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞയക്കാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കയറി വരുമ്പോൾ കാണുന്ന ഈ സ്റ്റേഷന്റെ ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളാണ്. അതായത് ഒരു സ്റ്റേഷൻ ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം. ഇപ്പോൾ ആ സ്റ്റേഷൻ ഇത് 2020 പണിയെടുപ്പിച്ച ബിൽഡിംഗ്. അപ്പോൾ 2020 പണിയെടുപ്പിച്ച ആ ഒരു സ്റ്റേഷൻ 2025 അതിനേക്കാൾ ഭംഗിയായി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കീപ്പ് ചെയ്യാൻ അതിന്റെ ഇപ്പോൾ പെയിന്റ് അടിക്കാനുള്ള കാര്യങ്ങളായിരുന്നു, ബാക്കി വൃത്തികേടായി കിടക്കുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള, അങ്ങനെ പിന്നെ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാം. ഏകദേശം 100 ചില വാഹനങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ വാഹനങ്ങളും ഞങ്ങൾ ലൈൻ ഔട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിന് അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആക്ട് നടക്കില്ല. അപ്പൊ ഞങ്ങൾ ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഓരോ കമ്മിറ്റികളിലാക്കി. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓരോ ഇപ്പോൾ പെയിന്റ് അടിക്കാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റി, അപ്പോൾ അതുപോലെ സ്റ്റേഷൻ പ്രിമൈസസ് ക്ലീൻ ചെയ്യാനാണെങ്കിൽ അതിനൊരു കമ്മിറ്റി, അതേപോലെ കേസുകളുടെ എണ്ണം കുറയ്ക്കാനാണെങ്കിൽ അതിനൊരു കമ്മിറ്റി. അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ റിട്ടേണായിട്ട് എഴുതി കൊടുത്ത് ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ എന്തൊക്കെ ഇന്ന് ഇന്നത്തെ പകൽ ചെയ്യാൻ പറ്റും എന്ന് വൈകുന്നേരങ്ങളിൽ മീറ്റിംഗ് നടത്തി. അതിനുശേഷം അതിന് ഇവാലുവേറ്റ് ചെയ്തു. അതിനകത്ത് ഇവാലുവേഷൻ നടത്തി. അതിനകത്ത് എന്തെല്ലാം അപ്ഡേഷൻസ് ചെയ്യാൻ പറ്റും,
അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് അപ്പോൾ എൻ്റെ കൂടെയുള്ള ഓഫീസേഴ്സ് തന്നെ പറയും, അല്ലെങ്കിൽ എൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ പറയും, ഇത് ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യാം. അപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഒന്നുകൂടി ഒരു കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പൊ ഇത് ഓരോ സിംഗിളായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഏകദേശം 1 മാസം സമയമാണ്. ഈ 1 മാസത്തിനുള്ളിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ എത്താൻ പറ്റില്ല. പക്ഷെ ഈ 1 മാസത്തെ വർക്ക് ഞങ്ങൾ എന്ത് വെച്ചാൽ രാത്രി 12 മണി വരെയും 1 മണി വരെയും ഇവിടെ ഇത് ജോലി ചെയ്യും. അവരുടെ ഡ്യൂട്ടി സമയം അല്ല നോക്കി, അവരുടെ ഇത് എന്റെ ഡ്യൂട്ടി സമയം അല്ലെങ്കിൽ ഇന്ന് നാളേക്ക് റെസ്റ്റാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള എൻ്റെ ആളുകളുടെ ആ ഒരു മനസ്സ്, അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി, മോറോവർ ആ റെസ്പോൺസിബിലിറ്റിയേക്കാൾ അവരുടെ ഒരു ചലഞ്ചായി എടുക്കാനായിട്ട് ഞങ്ങൾക്കത് സാധിച്ചു. ഇനി അതിനേക്കാൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അതാണ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സഹകരണം എന്ന് പറയുന്നത്. ഇത് ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ വന്ന ആളുകളുടെ എണ്ണം അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ കേൾക്കുമെന്ന് തീർച്ചയായും. കാരണം നമ്മുടെ ഇവിടെയുള്ള പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ചേച്ചിമാർ, ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ, അതേപോലെ ഇവിടുത്തെ SPCയിലെ കുട്ടികൾ, NCCയിലെ കുട്ടികൾ, NSSലെ കുട്ടികൾ, അതിനേക്കാൾ ഉപരി ഇവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള, അതായത് ക്ലബുകളിലുള്ള ഇവരൊക്കെ തന്നെ വന്നു. അത് രാത്രി 10 മണിയായാലും 12 മണിയായാലും ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് തോളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോ ഇത് ആണ് ഒരു സ്റ്റേഷൻ ലെവലിൽ ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ വരുന്നു. നേരത്തെ മുജീബ് പറഞ്ഞു, അതായത് നിങ്ങൾ പേര് വന്നപ്പോൾ ഇതൊരു ഹോട്ടലാണോ എന്ന് ചോദിച്ചു. ഇതേ ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്ന, അല്ലെങ്കിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അദ്ദേഹത്തെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വണ്ടിയിലേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ ഈ സ്റ്റേഷനിൽ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം പറയുന്നത്, ഞാൻ കരുതി ഇതൊരു ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ആ ഇൻസ്പെക്ഷൻ പോകുന്നതിന് മുന്നായിട്ട് എന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഏതൊരു ഹോട്ടലിലേക്ക് പോകുന്നതാണ് എന്ന് എനിക്ക് തോന്നിയെന്ന് അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എഫർട്ട് ചെയ്ത അതിന്റെ വീഡിയോസ് കണ്ടാൽ നമുക്ക് അതിന് അന്നേ മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ഇതിന്റെ ഏകദേശം ഇത്ര ഹൈറ്റുള്ള ഈ ബിൽഡിംഗ് ഞങ്ങൾക്കൊരു വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്ന ഒരു ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് കുറച്ച് ഓപ്പൺ ആയിരുന്നു. അപ്പൊ അവിടെ പ്രാവ് വന്നിരുന്നുകൊണ്ട് ഓരോ മാസത്തിലും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും, ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗം അടച്ചു കെട്ടാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ട്, അത് നടക്കില്ല. കാരണം അഡീഷണൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സഹായിച്ചത് നമ്മുടെ NH ആണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു വെഹിക്കിൾ ഉണ്ട്. ആ വെഹിക്കിൾ ഒരു ദിവസം 20,000 രൂപയാണ് വാടക. അപ്പോൾ ഒരു ദിവസത്തിന് വേണ്ടി വന്ന ആ വണ്ടി 3 ദിവസം കഴിഞ്ഞാൽ പോയി. അതെ, അപ്പൊ അത് അവര് ഞങ്ങളുടെ ഫുൾ സർവീസ് ഉണ്ട്. അതായത് രാത്രി 12 മണി വരെയുള്ള സമയത്ത് വരെ നിന്നുകൊണ്ട് അതിനെ നെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇതിന്റെ ഫുൾ പെയിന്റിങ്, അതുപോലെ ബാക്കിയുള്ള വർക്കുകളെല്ലാം. അപ്പോൾ ഇങ്ങനെയെല്ലാം വർക്ക് ചെയ്ത് ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൂട്ടാക്കാൻ ചെയ്യാം. നമ്മളുടെ ആ ഒരു കലാലയ ജീവിതം, നമ്മുടെ അധ്യാപകർ, അവരുടെ എല്ലാം ആ ഒരു സ്നേഹത്തോടെയുള്ള ഒരു അനുഗ്രഹം, ഈശ്വരന്മാരുടെ നമ്മുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം, അതിനൊക്കെ ഞാൻ വിലമതിക്കുന്നു. എത്ര മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും ഇടയിൽ പറയുന്ന കാര്യം. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ തന്നെ ഓരോ ദിവസവും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയണേ എന്ന് മാത്രമാണ് ഓരോ ദിവസവും ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്. അത് പരമാവധി ചെയ്യാറുണ്ട്. അതും ഒരു കാര്യം തന്നെ. അത് പറയുമ്പോൾ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, അത്രയും സന്തോഷമുണ്ട്. മനം നിറയുന്നു, കണ്ണു നിറയുന്നു. പ്രത്യേകിച്ച് എല്ലാവരും കണ്ടപ്പോൾ താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് മുജീബ്. എല്ലാവർക്കും അറിയാം, ഞാനും ഉണ്ണിസാറും കൂടിയാണ് ഒരേ ബെഞ്ചിലിരുന്ന് 3
3 വർഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിയാണ്. ഈ 2 പ്രാവശ്യവും എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ അദീന കോളേജിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിരുന്നപ്പോൾ ഒരു മടിയും കൂടാതെ വിളിച്ചപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഇത്ര ജോലി തിരക്കിൽ നിന്നും ആലത്തൂരിൽ നിന്നും മുമ്പുണ്ടായിരുന്ന സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വന്നു. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് പോയതിൽ ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് നമ്മളൊരു റിസോർട്ടിലേക്ക് പോയ ഒരു ഫീലിങ്സ്. അതായത് നമ്മളൊരു പോലീസ് സ്റ്റേഷനാണെന്ന് നമുക്കറിയില്ല. ഞാൻ 2-3 പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാൻ നമ്മളുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ പോയിരുന്നിട്ടും ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് ഇവിടെ വരുമ്പോഴുള്ള ഫീലിംഗ് ഞാൻ എന്തിനായാലും ഞാൻ എൻ്റെ സുഹൃത്തിനോട് ജോയിനോട് പറഞ്ഞു, ഇത് നമ്മളൊരു റിസോർട്ടിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ്. ഇവിടുത്തെ ഓഫീസർമാരായാലും പുഞ്ചിരിക്കുന്ന ഒരു മുഖം നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും വഴിവെച്ച, എല്ലാത്തിനും ചുക്കാൻ പിടിച്ച നമ്മുടെ ഉണ്ണി സാറിനും അതുപോലത്തെ ഇവിടുത്തെ ഓരോ ഓഫീസർമാരും ഞാൻ എൻ്റെ ഗ്രൂപ്പുകൾക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഉണ്ണികൃഷ്ണൻ സാർ, ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ആളുടെ ബോഡി കുറച്ച് സ്ട്രോങ് ആണെങ്കിലും പേരിൽ വളരെ എളിമ തോന്നുന്നു. പല സിനിമകളിലും കവിയൂർ പൊന്നമ്മ വിളിക്കുന്ന പോലെ ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അത്രയും എളിമയോടെയാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യാറ്. ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ എല്ലാവരും പറഞ്ഞ പോലെ 5ാം സ്ഥാനം, കേരളത്തിൽ 1ാം സ്ഥാനം കിട്ടിയതിൽ നിർദ്ദേശപ്രകാരമാണെങ്കിലും സഹപ്രവർത്തകരെ ഉത്സാഹിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മേടിച്ചതിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പേഴ്സണലിയും ഗ്രൂപ്പിൻ്റെ പേരിൽ തരാം. പഠിക്കണ കാലത്ത് തന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് ഇവരോടൊപ്പം ഞാൻ ജോയിൻ ചെയ്യുന്നത്. BCom-ന് സെക്കൻഡ് ഇയർ തൊട്ട്. പക്ഷെ ആ 2ാം വർഷത്തിൽ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് എല്ലാവരുമായിട്ട് മിങ്കിളായി. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയ ഈ പുരസ്കാരം എല്ലാ സുഹൃത്തുക്കളുടെ പേരിലും എൻ്റെ പേരിലും കൺഗ്രാജുലേഷൻ കൊടുക്കുന്നു. താങ്ക് യു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാനും ഉണ്ണിയെ അഭിനന്ദിക്കാനും ഒപ്പം ഉണ്ണിയുടെ സഹപ്രവർത്തകരെയും എല്ലാവരെയും നമ്മുടെ അനുമോദനം അറിയിക്കാനും ലഭിച്ച ഈ അവസരം ഞാൻ നിങ്ങളെല്ലാവരോടും കൂടി എല്ലാവരോടും ഒപ്പം സന്തോഷത്തോടെ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് ഉണ്ണിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ? എങ്ങനെയാണ് നിങ്ങളിതിൽ 5ാമത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കുമ്പോൾ അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങി? നിങ്ങൾ ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്കും കൂടി ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെക്കുറിച്ചും കൂടി പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഉണ്ണിക്കും ഉണ്ണിയുടെ സഹപ്രവർത്തകരുടെയും വീട്ടുകാരോടും ഞാൻ അഭിനന്ദനം പറയുകയാണ്. കാരണം എൻ്റെ ഒരു ബന്ധു ഇതുപോലെ തന്നെ പോലീസ് ഓഫീസറാണ്. അപ്പോൾ അവർ എവിടെ വിളിച്ചാലും പറയും, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു കാര്യത്തിന് അവരെ ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും മിസ്സാവാറുണ്ട്. അപ്പോൾ അവർ ചെയ്യണ സർവീസിനെ എനിക്ക് വളരെയധികം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കസിനും അവരുടെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരിടത്തും പോകാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു നല്ല അവസരം ലഭിച്ചതിൽ ഇവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുമോദനം അവരെ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഏറ്റവും നല്ല മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഏകദേശം 16,000 ചില്ലറ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് അറിവ് ഇന്ത്യയിൽ. അതിൽ 5ാമത്തെ പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതൊരു ചെറിയ സംഭവമല്ല. പിന്നെ കേരളത്തിലും 400 ചില്ലറ പോലീസ് സ്റ്റേഷനുണ്ട്. അതിലും 1ാമതായിട്ട് വരിക എന്നുള്ളതും ചെറിയ കാര്യമല്ല. ഈ നേട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. പിന്നെ ഉണ്ണീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നേട്ടം ഇങ്ങനെ മറിഞ്ഞു വീണതൊന്നുമല്ല, ലക്കി അടിച്ചതൊന്നുമല്ല. കാരണം നമ്മൾ കുറച്ച് പേർക്ക് അറിയാത്ത കാര്യമുണ്ട്. 2007 പാലക്കാട് സൗത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ഏഷ്യയിലെ 1ാമത്തെ സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവനാണ് പോയിട്ട് മലേഷ്യയിൽ പോയിട്ട് അവാർഡൊക്കെ മേടിച്ചത് നമ്മുടെ ഉണ്ണിയാണ്. അപ്പോൾ അതും കൂടി വെച്ച് നോക്കുമ്പോൾ ഇതൊരു
ലക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസിൻ്റെ പേരിലോ ഒന്നും കിട്ടിയതല്ല, കഴിവിൻ്റെ അംഗീകാരം തന്നെ. അപ്പോൾ അത് നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ സഹപാഠിക്ക് ഇത്തരത്തിലൊരു അവാർഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ പലർക്കും കിട്ടാത്തൊരു അവസരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു അവസരം വരില്ല. അത് പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തൊക്കെയുണ്ടെന്ന് എല്ലാം കൊണ്ട് കാണിച്ചു തരാനും ഇങ്ങനെ നമ്മുടെ ഒരു സഹപാഠി ഒരു പോലീസ് ഓഫീസറായി ഉള്ളതിൻ്റെ പേരിലാണ് നമുക്കത് സാധിച്ചത്. അപ്പം അത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം ഇത് നമ്മൾ അവനെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത് ഇവിടെ എത്താൻ എല്ലാം കഴിഞ്ഞതിൽ നമ്മുടെ എല്ലാവരുടെ പേരിൽ അതിൻ്റെ ഒരു അഭിനന്ദനം അറിയിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് മനോഹരൻ. ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ണിക്ക് കിട്ടിയ ഈ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിനെ അനുമോദിക്കാനും നമ്മളുടെ അനുമോദനം പങ്കുവെക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഏകദേശം 30 കൊല്ലത്തിന് ശേഷം കാണുന്നത് പല മുഖങ്ങളും അന്ന് മറന്നുപോയതാണ്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പണ്ടേ ഹാർഡ് വർക്കിംഗ് ആണ്. അതാണ് അവൻ്റെ പ്രധാന എന്താ പറയുക വിജയത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണോ, നമ്മളൊരു എയിം വെച്ചിട്ട് എത്രത്തോളം നമ്മളിത് എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ ഇടയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ കിട്ടിയുള്ള ഈ അംഗീകാരം. പണ്ട് മുതലേ NCC പറഞ്ഞിട്ടുള്ളതാണ്. NCC ആയാലും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവൻ വെച്ചുള്ള അർപ്പണ മനോഭാവം അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ ഇന്ന് ഇങ്ങനത്തെ ഒരു നല്ലൊരു നിലയിൽ എത്താൻ സാധിച്ചത്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല സ്റ്റേഷനിലും കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. ഇവിടുത്തെ സാർമാരായാലും ശരി, എല്ലാവരും ആ ഒരു അപ്രോച്ച് മറ്റുള്ള നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നല്ല കാര്യം. ഈ പിന്നെ ബിൽഡിങ്ങിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായാലും ശരി, ഇവിടെ സാധിച്ചിട്ടുള്ള എല്ലാ സാറുമാർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എന്തായാലും ഇത് നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് ആണ്. എന്താ വെച്ചാല് നമ്മുടെ ഒരു സഹപാഠി ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തുക, ഉണ്ണി സാറ് കാരണം ഇപ്പൊ ഈ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ നല്ലൊരു ലെവലിലേക്ക് എത്തി, അത് ഇത്രയും നല്ലൊരു പൊസിഷനിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മൂമെന്റ് ആണ്. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഉണ്ണിയെ കുറിച്ച് പറയാന്ന് വെച്ചാല് ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. പക്ഷെ എന്തായാലും ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ഇത് കാരണം മാത്രം ഞാൻ ഒരു എടുത്തിട്ട് വന്നതാണ് സത്യം പറഞ്ഞത്. അത് കാരണമാണ് ഗ്രൂപ്പിൽ പോലും ഞാൻ വന്ന് പറയാതിരുന്നത്. ഞാൻ സുനിയോട് പറഞ്ഞിരുന്നു എനിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എന്തായാലും എനിക്ക് എത്തണം, എല്ലാവരും ഒന്ന് കൂടെ കാണണം എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മൂമെന്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്തായാലും എല്ലാരും കണ്ടതിൽ വളരെ സന്തോഷം. പിന്നെ ഞങ്ങളുടെ ഗായകനാണ്. അത് വേണമായിരുന്നു. ഓക്കെ, രണ്ടുപേരും. तुम्हें कोई और देखे तो जलता है दिल, बड़ी मुश्किलों से फिर समझता है दिल, क्या क्या जतन करते हैं तुम्हें क्या पता, ये दिल बेकरार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना, हमें तुमसे प्यार. ഇപ്പോൾ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാ. പിന്നെ ഒരു 100 ആൾ 100 തരായിരുന്നു. അവരൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് അസാധ്യമാണ്.
കൈയടിക്കാതെ പറ്റില്ല. പിന്നെ ഉണ്ണീനെ കുറിച്ച് ആള് ഇപ്പോഴും അന്ന് കണ്ട അതേപോലെ ഇത്ര സ്ട്രെയിനൊക്കെ എടുത്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നേരത്തെ ജോയി പറഞ്ഞ പോലെ എൻ്റെ സംഘടനയുടെ ഭാഗമായിട്ട് ഞാൻ, ഇവർക്കാർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് അറിയുണ്ടാവും, വിമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ ആ സംഘടനയുടെ ഭാഗമായിട്ട് ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കേസുകളും ഒക്കെ ഇങ്ങനെ കണ്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഇടുങ്ങിയ വാതിലിൽ കൂടെ ഒക്കെ കയറി ചെല്ലുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ വന്നപ്പോൾ വളരെ ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെയും പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായി. അപ്പം നിങ്ങളുടെ 5ാം സ്ഥാനത്തിന് ഞങ്ങൾ 1ാം സ്ഥാനമായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ അറിയാലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം. നമ്മൾ പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരിപാടി ആയതുകൊണ്ട് നമ്മൾ കുറേ നാൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ 4 ആളെ പോയത്. ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്തപ്പോൾ ഇത്രയും നാട്ടിലുള്ള എല്ലാവരും അതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നമസ്കാരം. പോലീസ് സ്റ്റേഷന്റെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ കുറിച്ചുള്ള കാര്യം ജോയി പറഞ്ഞു. അവരുടെ നേരത്തെയുള്ള അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ തന്നെ പഴയ സിനിമകളിലും കണ്ടിട്ടുള്ള പോലീസ് ഇറങ്ങി. പിന്നെ ഈ അടുത്ത കാലത്തുള്ള സിനിമകളിൽ പോലീസ് സ്റ്റേഷനുകളും പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട് പോലീസ് സ്റ്റേഷൻ പോലീസുകാരെ. അപ്പോ ആ ഒരു രൂപം വെച്ചിട്ട് ഇന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു സാധാരണ ഒരു വ്യക്തിയോട് ഇവിടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ തന്നെ ഇവിടെ കൂടാൻ ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ ഈ കോൺഫറൻസ് 1ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു വേദിയിൽ ഇവിടുത്തെ എല്ലാവർക്കും ഒത്തുകൂടാനും അതുപോലെ തന്നെ ഇവിടെയുള്ള സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ആദ്യമേ എൻ്റെ കൺഗ്രാജുലേഷൻ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു അംഗീകാരം, അതായത് ഇത്രയധികം പോലീസ് സ്റ്റേഷനുള്ള കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി പ്രയാസത്തോടുകൂടിയാണ് അത് കിട്ടുക. കാരണം അതിന് പിന്നിലുള്ള കഠിന പ്രയത്നം, അതിന് ഇവിടുത്തെ സഹപ്രവർത്തകരും ഇവിടെ നമ്മുടെ അസാധ്യമായിട്ടുള്ള നമ്മുടെ സഹപാഠിക്കും ആദ്യമേ കൺഗ്രാജുലേഷൻസ് പറയുന്നു. അപ്പോൾ അതിന് പ്രൗഡായ മൊമെന്റിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും നിൽക്കുന്നത്. നമ്മ വീട്ടിൽ നിന്ന് എന്തിനാ പോണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന കാര്യം പറയാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ കൂട്ടുകാരന് ഇന്നൊരു ചടങ്ങിനാണ് പോണെന്ന് ഇപ്പൊ എൻ്റെ മക്കളോടൊക്കെ പറയുമെങ്കിൽ ഭയങ്കര അഭിമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ഇങ്ങനൊരു വേദി ഉണ്ടാവാൻ. ഉണ്ണി ഇവിടെ ഒരുപാട് പ്രയത്നിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. മറ്റു പോലീസുകാർ ഉണ്ണി സാറെന്ന് പറയാനല്ല, ഞങ്ങളുടെ ഉണ്ണി എന്ന് പറയാനാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത് ഇഷ്ടം. മറ്റവർ പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കോളേജിലായാലും അവിടെ ലീഡറിനായിരുന്നു. അങ്ങനെ ഉണ്ണി എവിടെയും എന്ത് കാര്യത്തിലായാലും അവിടെ ഫസ്റ്റായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. സർവീസിലായാലും അങ്ങനെയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, ഫാമിലിക്കും എല്ലാവർക്കും. നമ്മളുടെ ഒപ്പം പഠിച്ച ഉണ്ണിക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മുടെ ഡ്രസ് വിളിച്ചതായിരുന്നു. സുനിലിനെ ഞാൻ ആദ്യം വിളിച്ചത് എനിക്ക് പേടിയായിട്ട്. ഉണ്ണി എന്നെ അറിയുമോന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ വന്നപ്പോഴും പലരും എന്നെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ല. എൻ്റെ പേഴ്സണൽ കുറെ കാര്യങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു നിമിഷത്തിൽ ഞാൻ വന്നില്ലെങ്കിൽ എന്താവും വിഷമമാണ്. ഞാനപ്പോ എന്തായാലും ചേട്ടനോട് പറഞ്ഞു നമുക്ക് പോവാം, കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞു ഞാനും കൂടി വരാം. അപ്പൊ ഞാൻ അന്ന് സൂര്യനെ പേടിയോട് ഒഴിച്ചിട്ട് പറഞ്ഞു ഞാൻ അറിയുമായിരിക്കില്ല, നിന്നൊക്കെ അറിയുന്നു, പിന്നെ ആരും അറിയാത്തത്. അപ്പൊ അതിലും ഈ ഒരു കിട്ടിയതിലും എൻ്റെ ഹൃദയം നിറഞ്ഞ വീട്ടുകാരും എല്ലാവരും ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. നന്ദി.
അവാർഡുകൾ രണ്ടുപേരെ കടന്നു വരണം, സെമിയും ഹസീനയും. സുനി പറയണേ, ഇപ്പൊ ഇവരോട് ചോദിക്കണേ, ഇതുപോലെ ഇത്ര അടുത്തൊരു സിയയിലൊപ്പം സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാനാണ് അതിന് അവസരം ഉണ്ടായിരുന്നത്, എനിക്കൊരു അവാർഡ് തരുന്നത് അല്ലേ ഇവന്. അത് വേറെ. അപ്പൊ അടുത്ത ഗെറ്റ് ടുഗദർ നമുക്ക് ഇവന് അവാർഡ് കൊടുക്കാൻ വേണ്ടിട്ട് അല്ലേ?